ഹലോ ഡിയേഴ്സ്, നിങ്ങളുടെ ലിംഗം പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് അറിയാമോ? നിങ്ങളുടെ ലിംഗം പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്തില്ലേ നിങ്ങൾക്ക് ക്യാൻസറിന് വരെ കാരണമാകുന്നുണ്ട്. സത്യമാണ്. അപ്പം അതെങ്ങനെയാണ് ക്ലീൻ ചെയ്യേണ്ടത് വ്യക്തമായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറഞ്ഞുതരാം കേട്ടോ. അതിന് മുമ്പ് നിങ്ങൾ ഇത് കണ്ടോ, ഇതൊരു ഓഡിയോ ബുക്കാണേ. നിങ്ങളുടെ വീട്ടിലെ കുട്ടികളെ എങ്ങനെ വളർത്തണം, ഏത് രീതിയിൽ വളർത്തണം, അവരുടെ സ്വപ്നങ്ങൾക്കനുസരിച്ച് എങ്ങനെ വളർത്തണം. ശരിക്കും ജെൻഡർ ന്യൂട്രൽ പേരൻറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരേപോലത്തെ ഡ്രസ്സ് ഇടിക്കുന്നു, അല്ലെങ്കിൽ ആണിനെയും പെണ്ണിനെയും ജീൻസും ടോപ്പൊക്കെ ഇടിപ്പിക്കുന്നു, ഇതൊക്കെയാണോ? ഒരിക്കലുമല്ല. അതിനെപ്പറ്റി വ്യക്തമായിട്ടുള്ളൊരു അറിവുള്ള ഒരച്ഛനും അമ്മയ്ക്കും വളരെ നല്ല രീതിയിൽ നിങ്ങളെ കുട്ടികളെ വളർത്താനും അവരാഗ്രഹിച്ച ഒരു ലെവലിലേക്കുള്ള ജീവിതം അവർ എത്തിക്കാനും നിങ്ങൾക്ക് സാധിക്കും. ഉറപ്പായിട്ടും നിങ്ങൾ കേട്ടിരിക്കേണ്ട ഒരു ഓഡിയോ ബുക്കാണിത്. ഇതേപോലെ ഒരുപാട് ഓഡിയോ ബുക്ക്സ് അവിടെയുണ്ട്, നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചുള്ള ഏത് വിഭാഗത്തിലുള്ള ബുക്സും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ 7 ദിവസം കുക്ക് ഓഫ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് കേൾക്കാവുന്നതാണ്. എക്സ്ട്രാ ചാർജൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം വളരെ കുറഞ്ഞ തുകയിൽ നിങ്ങൾക്ക് സബ്സ്ക്രിപ്ഷൻ എടുത്താൽ മതിയാവും. ഓക്കെ, കുക്ക് ഓഫ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമൻ്റായിട്ടും കൊടുത്തേക്കാം കേട്ടോ. ആദ്യം ഒരു കാര്യം പറയേണ്ടത്, നിങ്ങളുടെ ലിംഗത്തിൻ്റെ ഹെഡിൻ്റെ ഭാഗം വരുന്ന ഭാഗത്ത് സ്കിന്നിൻ്റെ അടിയിൽ എന്ത് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഫ്രിക്ഷൻ സംഭവിക്കാതിരിക്കാനും അവിടെ ഡ്രൈ ആവാതിരിക്കാനും ശരീരം തന്നെ നിങ്ങളുടെ ലിംഗത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒരു സബ്സ്റ്റൻസ് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. സ്പെക്മ എന്നാണ് എൻ്റെ പേര്. ഫാറ്റി ഓയിൽ ഉണ്ടാകും, പൊളിഞ്ഞു വരുന്ന നിങ്ങളുടെ സെല്ലുകളുണ്ടാകും, ഓയിൽസൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇതൊക്കെ കൂടിക്കലർന്നിട്ടായിരിക്കും അവിടെ ഇങ്ങനെ ഇരിക്കുക. ഇതൊരു സമയം കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തു നിന്നിട്ടുള്ള ആ ബാക്ടീരിയസും ഫംഗസൊക്കെ കയറിയിട്ട് ഇതിനൊരു സ്മെല്ലുണ്ടാക്കും. ആ സ്മെല്ല് കൂടുമ്പോൾ അതിൽ ഇൻഫെക്ഷൻസൊക്കെ ഉണ്ടാകും. അപ്പോൾ ആ ഇൻഫെക്ഷനൊക്കെ കൂടുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലിംഗത്തിൻ്റെ ഹെഡിൻ്റെ ഭാഗം വീർത്ത് വരും. അങ്ങനെയുള്ള പല ഇൻഫെക്ഷൻസും ഉണ്ടാകും. ചിലപ്പോൾ സ്കിന്നിങ്ങനെ പുറകോട്ട് മൂവ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥകളൊക്കെ ഉണ്ടാകും. ഇത് പിന്നീട് ക്യാൻസറിലേക്കും വഴിവെക്കുന്നുണ്ട്. ഓക്കെ, ലോകത്തുള്ള 67% ആളുകളും ഇങ്ങനെയുള്ള ഈ വൃത്തിയാക്കൽ പരിപാടി ഇഗ്നോർ ചെയ്യുന്നതായിട്ടാണ് പറയുന്നത്. പക്ഷെ ഇത് വലിയ വലിയ ആപത്തുകളിലേക്കാണ് നിങ്ങളെ എത്തിക്കുകയും ചെയ്യുക. നിങ്ങൾ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്? ദിവസവും 2 നേരം നിങ്ങൾ ലിംഗം വാഷ് ചെയ്യേണ്ടതാണ്. വളരെ ലൈറ്റായിട്ട് നിങ്ങൾ വെള്ളം ചൂടാക്കി എടുക്കുന്നുണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും. അപ്പോൾ സോപ്പ് മൈൽഡായിട്ടുള്ള സോപ്പ് ഉപയോഗിക്കണം. നിങ്ങൾ ഭയങ്കര മണമുള്ള, അല്ലെങ്കിൽ നിങ്ങൾ pH ബാലൻസ് നോക്കിയാൽ മതി. അത് കൂടുതലൊക്കെ ഉള്ളതാണെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് പറ്റിയിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഇൻഫെക്ഷൻ ഉണ്ടാകാനും ചൊറിച്ചിലുണ്ടാകാനും ഒക്കെ സാധ്യതയുണ്ട്. എക്സാമ്പിളായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോവ് പോലുള്ള അങ്ങനെ മൈൽഡായിട്ടുള്ളത് നിങ്ങളത് pH നോക്കിയിട്ട് എടുക്കുക കേട്ടോ. ആദ്യം ലിംഗത്തിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്ത് വൃത്തിയാക്കിയതിന് ശേഷം സ്കിന്ന് വളരെ പതിയെ പുറകോട്ടേക്ക് മാറ്റിയിട്ട് അവിടെ നന്നായിട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൗണ്ട് മോഷനിൽ നിങ്ങളുടെ ലിംഗത്തിൻ്റെ കഴുത്തിൻ്റെ ആ ഭാഗം റൗണ്ട് മോഷനിൽ ഇങ്ങനെ ക്ലീൻ ചെയ്യുക. അതിനുശേഷം അവിടെ ക്ലീൻ ആക്കിയതിന് ശേഷം ആ സ്കിന്ന് എവിടെ ഇരുന്നോ അവിടെ തന്നെ കൊണ്ട് വെച്ചേക്കണം. അല്ലാണ്ട് അവിടെ ടൈറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് അത് വീർക്കാനോ ഇൻഫെക്ഷനോ ഒക്കെ കാരണമാകേണ്ട. അപ്പോൾ യഥാർത്ഥ സ്ഥാനം തന്നെ നിങ്ങൾ ക്ലീൻ ചെയ്തിട്ട് വെക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ അവിടെ ഡ്രൈ ആക്കിയിട്ട് വെക്കുക. എന്തെങ്കിലും ടിഷ്യൂ കൊണ്ടോ അല്ലെങ്കിൽ ടവൽ കൊണ്ടോ ഒന്ന് വൃത്തിയാക്കി വെക്കുക. അതുപോലെ തന്നെ നിങ്ങൾ മൂത്രം ഒഴിച്ച് കഴിയുമ്പോൾ അവസാനത്തെ ഡ്രോപ്പും പോയതിന് ശേഷം നിങ്ങൾ ഇതേപോലെ ഒന്ന് വാഷ് ചെയ്യേണ്ടതാണ്. വാഷ് ചെയ്തിട്ട് എന്താക്കണോ, ടവൽ യൂസ് ചെയ്തിട്ട് ഒന്ന് വെക്കാം. പിന്നെ ഈ ടവൽ നിങ്ങൾക്ക് 2 ടവൽ ഉണ്ടാക്കണം. ഒന്ന് എന്താണ് നിങ്ങളുടെ സ്വകാര്യ ഭാഗം ക്ലീൻ ആക്കുന്ന ടവൽ കൊണ്ട് മുഖവും ഇതൊന്നും ക്ലീൻ ആക്കാൻ പാടില്ല. ദിവസം 2 നേരമെങ്കിലും ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻഫെക്ഷൻ വരാതിരിക്കാൻ വേണ്ടി സഹായിക്കും. അതുപോലെ അവിടെയുള്ള രോമങ്ങൾ ട്രിം ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. അതിൽ കത്രിക കൊണ്ടാണെങ്കിലോ അല്ലെങ്കിൽ അങ്ങനെ ഒന്ന് മുറിച്ച് ഇങ്ങനെ ഇട്ടാൽ മതിയാവും. അത് ഈ ഇൻഫെക്ഷനൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നുവെച്ചാൽ ഇങ്ങനെ ഷേവ് ചെയ്യുന്നതിലും വളരെ നല്ലതാണ്. ട്രിം ചെയ്ത് ഷേവ് ചെയ്യുമ്പോൾ അവിടെ കട്ടും ഇൻഫെക്ഷന് സാധ്യത കൂടുകയാണ് ചെയ്യുന്നത്.
അതുപോലെ വളരെ ടൈറ്റുള്ള അണ്ടർവെയർ, ബ്രീത്ത് ചെയ്യാൻ പറ്റാത്ത നല്ല ക്വാളിറ്റി ഒന്നും ഇല്ലാത്ത ഇന്നർവെയറൊക്കെ ഇടുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ശരിക്കും ബ്രീത്ത് ചെയ്യാൻ പറ്റാണ്ട് നിങ്ങൾക്ക് അവിടെ കൂടുതൽ ഇൻഫെക്ഷന് സാധ്യത, ഹ്യൂമിഡിറ്റി കൂട്ടിയിട്ട് അവിടെ ഇൻഫെക്ഷന് സാധ്യത കൂട്ടുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മളുടെ കാലാവസ്ഥയ്ക്ക് പറ്റുന്ന തരത്തിലുള്ള ബ്രീത്തബിൾ ആയിട്ടുള്ള ഇന്നർവെയർ, ബോക്സറൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ രാത്രി കിടക്കുമ്പോൾ മാക്സിമം ഒഴിവാക്കുക. നിങ്ങൾക്ക് അവിടെ ബ്രീത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് സമയം കൊടുക്കുക. ആ ഭാഗത്ത് സ്കിന്നൊക്കെ ഒന്ന് ബ്രീത്ത് ചെയ്തോട്ടെ, എപ്പോഴും ഇടുന്നില്ലല്ലോ. ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് എ നെറ്റ് ടോപ്പിക്. ബൈ.